Hello dear friends, welcome back to ISK Easy English. Dear friends, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ചെറിയ ഒരു സ്റ്റോറി രൂപത്തിൽ ഞാൻ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കരുതുക, നമ്മളൊരു ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, എറണാകുളത്ത് പോയിരിക്കുകയാണ് നമ്മളൊരു ഷോപ്പിങ്ങിന്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു പഴയ സുഹൃത്തിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ജസ്റ്റ് ഇമാജിൻ, അപ്രതീക്ഷിതമായിട്ട് കാണാണ്. നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ നമ്മളെ സുഹൃത്തിനോട് നമ്മൾ പെട്ടെന്ന് സർപ്രൈസറായിട്ട് ഈ എന്താ പടേ അല്ലേ, ഈ എന്താ പടേ, എങ്ങനെയാണ് ഈ എന്താ പടേ? നമ്മളെ നല്ല നല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ നീ എന്താണ് ഇവിടെ, നമ്മളെ കോൺവെർസേഷൻ്റെ സ്റ്റൈലാവുമ്പോൾ ഈ എന്താ പടേ. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. പെട്ടെന്ന് ഒരാളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് കാണുകയാണ്. അപ്പോൾ അയാളോട് എങ്ങനെ ചോദിക്കാം? ഈ എന്താ പടേ എന്ന് എങ്ങനെ ചോദിക്കാം? വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. Why are you here? Why are you here? Why are you here? നീ എന്താ ഇവിടെ? Why അല്ലെ, വൈൻ്റെ അർത്ഥം അറിയില്ലേ? Why are you here? എന്തുകൊണ്ടാണ് നീ ഇവിടെ? നമ്മളെ സുഹൃത്തിനോട്. അപ്പോൾ സുഹൃത്ത് എന്ത് മറുപടി പറയും? സാധാരണ എന്ത് പറയും? ഞാൻ ഇവിടെ ഇന്നോടത്താണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മളെ സുഹൃത്ത് ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. ലുലു മാൾ കേട്ടില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടാവുക? സുഹൃത്ത് ലുലു മാളിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെ ഫ്രണ്ട്സ് പറയാം? സുഹൃത്ത് പറയും ഐ വർക്ക് അറ്റ് ലുലു മാൾ. ഐ വർക്ക് ഉണ്ടല്ലോ, ഐ വർക്ക് അറ്റ് ലുലു മാൾ. ഐ വർക്ക് അറ്റ് ലുലു മാൾ. ഞാൻ ലുലു മാളിൽ ജോലി ചെയ്യുന്നു. നമുക്കൊരു പുതിയ അറിവാണ്. ഇത്ര കാലമായിട്ട് നമ്മളെ ഫ്രണ്ട് ലുലു മാളിൽ വർക്ക് ചെയ്യുകയാണെന്ന് നമ്മളറിയില്ല. ഉടനെ നമ്മൾ ചോദിക്കും. എന്താ ചോദിക്കുക? എത്ര കാലമായി ഈ അവിടെ വർക്ക് ചെയ്യുന്നു അല്ലേ? എത്ര കാലമായിട്ട് ഈ ഇവിടെ ഉണ്ട്? നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രണ്ടിനെ എറണാകുളത്ത് വെച്ച് കാണുന്നത്. എത്ര കാലമായിട്ട് ഈ ഇവിടെ ഉണ്ട് അല്ലേ? മലപ്പുറത്തുള്ള ആൾക്കാർ ചോദിക്കണമെങ്കിൽ ചോദിക്കും എത്ര ആളായിട്ട് ഇവിടെ ഉണ്ട്, എത്ര നാളായിട്ട് നീ ഇവിടെ ഉണ്ട്. എങ്ങനെ ചോദിക്കുക? ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയോ എത്ര കാലമായിട്ട്? ഹൗ ലോങ്. എത്ര കാലമായിട്ട്? ഹൗ ലോങ് have you been here? How long have you been here? എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? How long have you been here? എത്ര കാലമായിട്ട്, എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? അപ്പൊ സുഹൃത്ത് എന്താ മറുപടി പറയാ? സുഹൃത്ത് പറയും ഒരു 6 മാസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഒരു 6 മാസം. എങ്ങനെ പറയാം? I have been here for 6 months. എത്ര മാസമാണ്? 6 months. 6 മാസമായിട്ട്. I have been here for 6 months. 6 മാസം. ഇനി അതല്ല 2000 മുതൽ. അപ്പൊ 2000 മുതൽ ഇവിടെ ഉണ്ട്. കറക്റ്റ് വർഷം പറയാണ്. അപ്പൊ നമ്മളെ സുഹൃത്ത് നമ്മളോട് പറയും എന്ത്? I have been here എന്ന് മുതൽ since 2000. I have been here. ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? എത്ര നാളായിട്ട് നീ ഇവിടെ ഉണ്ട്? ഒരൊറ്റ മറുപടിയാണ് എന്ത്? 6 മാസമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 6 months. 6 മാസമായിട്ട് നീ ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്ത ചോദ്യമാണ്, എവിടെ വർക്ക് ചെയ്യുന്നത്? നേരത്തെ സുഹൃത്ത് പറഞ്ഞില്ലേ, അതായത് ഐ വർക്ക് അറ്റ് ലുലു മാൾ. അപ്പൊ അടുത്ത നമ്മളെ ചോദ്യം, നമ്മളെ സംശയമാണ്, നമ്മളെ സുഹൃത്ത് ലുലു മാളിൽ എന്താ ചെയ്യുന്നു? നമ്മളാണെങ്കിലും ചോദിക്കൂലേ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാട്ട്സ് യുവർ ജോബ്? എന്താ നിന്റെ അവിടുത്തെ ജോബ്? എന്താ നിനക്ക് പണി? വാട്ട്സ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട്സ് യുവർ ജോബ്? നിനക്ക് എന്താണ് അവിടെ പണി? നമ്മൾ വിചാരിച്ച പോലെയല്ല. ആളവിടെ അക്കൗണ്ടന്റ് ആണ്. എന്താണ്? അക്കൗണ്ടന്റ്. എങ്ങനെ പറയാം? ആം ആൻ അക്കൗണ്ടന്റ്.
ഐ ആം ആൻ അക്കൗണ്ടന്റ്. ആം ആൻ അക്കൗണ്ടന്റ്. ഞാൻ അവിടെ ഒരു അക്കൗണ്ടന്റ് ആണ്. അടുത്ത ചോദ്യമാണ്. അപ്പൊ നമ്മൾ ചോദിക്കാം, നമ്മൾ എന്താ ചോദിക്കുക? സാധാരണ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് പണി അല്ലെ? അക്കൗണ്ടന്റിന്റെ ജോലിയൊക്കെ ഉണ്ട്, ജോലിയിൽ നീ ഹാപ്പി ആണോ? എങ്ങനെ ചോദിക്കുക? ആർ യു ഹാപ്പി? അതിനർത്ഥം എന്താ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഹാപ്പി ആണോ എന്നാണ്. നമുക്ക് അറിയേണ്ടത് എന്താ? ആർ യു ഹാപ്പി വിത്ത് യുവർ വർക്ക്? ആർ യു ഹാപ്പി വിത്ത് യുവർ വർക്ക്? ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ്? ആർ യു ഹാപ്പി വിത്ത് യുവർ പ്രൊഫഷൻ? നിന്റെ പ്രൊഫഷനിൽ നീ ഹാപ്പി ആണോ? നിന്റെ ജോബിൽ നീ ഹാപ്പി ആണോ? നിന്റെ വർക്കിൽ നീ ഹാപ്പി ആണോ? ലൈഫിലോ ആർ യു ഹാപ്പി ഇൻ യുവർ ലൈഫ്? ആർ യു ഹാപ്പി ഇൻ യുവർ മാരീഡ് ലൈഫ്? നിങ്ങളുടെ സുഹൃത്തിന്റെ കല്യാണം ഇപ്പം അടുത്ത് കഴിഞ്ഞതാ. അപ്പൊ ചോദിക്കുകയാണ്, എന്താ ചോദിക്കണത്? ആർ യു ഹാപ്പി ഇൻ യുവർ മാരീഡ് ലൈഫ്? നിങ്ങളുടെ മാരീഡ് ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആണോ? ആണെങ്കിൽ എന്താ പറയാ? ആദ്യം ചോദിച്ച ചോദ്യം എന്താ? ആർ യു ഹാപ്പി വിത്ത് യുവർ വർക്ക്? ആണെങ്കിൽ എന്താ പറയാ? ഐ ആം ഹാപ്പി വിത്ത് മൈ ജോബ്. ഐ ആം ഹാപ്പി. ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ്? ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ്? ആണെങ്കിൽ എന്താ പറയാ? ഐ ആം ഹാപ്പി വിത്ത് മൈ ജോബ്. ഐ ആം ഹാപ്പി വിത്ത് മൈ ജോബ്. എൻ്റെ ജോബിൽ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയതല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചായ ഒക്കെ കുടിക്കാം. അപ്പൊ നമ്മൾ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഒരു ചായയാണോ കാപ്പിയാണോ വേണ്ടത്? ചോദിക്കൂലേ? എങ്ങനെ ചോദിക്കുക? നിങ്ങളാണെങ്കിലും ചോദിക്കൂലേ? ഞാനാണ് ചോദിക്കുക. നമ്മൾ എങ്ങനെ ചോദിക്കുക? സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ചായയാണോ കാപ്പിയാണോ ഇഷ്ടപ്പെടുന്നത്? ഇതിന് ജസ്റ്റ് കാപ്പി ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? കാപ്പി എന്ന് പറഞ്ഞാൽ മതി. കോഫി അല്ലെങ്കിൽ ചായ ആണെങ്കിലോ ടീ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത്? തിരിച്ചു പറയാം, യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ പ്രിഫർ ടീ ഓർ ഐ പ്രിഫർ കോഫി. അപ്പൊ ചോദിച്ചത് എങ്ങനെയാ? എന്താ വേണ്ടത്? ഡു യു പ്രിഫർ ടീ ഓർ കോഫി? കോഫി ആണോ ടീ ആണോ വേണ്ടത്? അതിന് മറുപടി കിട്ടി. ഒന്നുകിൽ സുഹൃത്ത് ടീ എന്ന് പറയും, അല്ലെങ്കിൽ കോഫി എന്ന് പറയും. അടുത്ത പ്രശ്നം എന്താ? അടുത്ത റെസ്റ്റോറന്റ് എവിടെയെന്നുള്ളതാണ്. കാരണം നമ്മളെ സുഹൃത്ത് ഒരുപാട് നാളായിട്ട് 6 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തിന് എന്തറിയാം? അവിടുത്തെ നല്ല റെസ്റ്റോറന്റ് എവിടെയാണെന്ന് അറിയാം, നല്ലൊരു ടീ ഷോപ്പ്. അപ്പൊ ചോദിക്കല്ലേ, എവിടെയാണ് അടുത്ത റെസ്റ്റോറന്റ് ഉള്ളത്? എവിടെയാണ് അടുത്ത റെസ്റ്റോറന്റ് ഉള്ളത്? എങ്ങനെ സുഹൃത്തിനോട് ചോദിക്കുക? വേർ ഈസ് ദ നിയറസ്റ്റ് റെസ്റ്റോറന്റ്? വേർ ഈസ് ദ നിയറസ്റ്റ് റെസ്റ്റോറന്റ്? അപ്പൊ നമ്മളെ സുഹൃത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 4 പേർക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, there is one there. നേരെ കിഴക്ക് ചൂണ്ടി, നേരെ കിഴക്ക് ചൂണ്ടിയിട്ട് പറയാണ്, there is one there. അവിടെ ഉണ്ട്. there is അല്ലെ? there is one there. അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അപ്പുറത്താണെങ്കിലോ ഓവർ there. അവിടെ ഉണ്ട് അല്ല? അപ്പൊ എന്താ പറഞ്ഞത്? there is one there. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം? കാപ്പി കുടിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. നമുക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ്, അപ്പൊ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. അതായത് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പിരിയാൻ പോവാണ്. കാരണം നമ്മൾ ഷോപ്പിങ്ങിന് വന്നല്ലേ, നമ്മളെ ആവശ്യം നടക്കണ്ടേ? അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മളെ സുഹൃത്തിന്റെ മൊബൈൽ നമ്പറൊക്കെ വേണം അല്ലെ? ബന്ധം നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ? വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ? ഓർ വാട്ട് ഈസ് യുവർ മൊബൈൽ നമ്പർ? വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ ഓർ വാട്ട് ഈസ് യുവർ മൊബൈൽ നമ്പർ? നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ. അപ്പൊ നമ്മളെ സുഹൃത്തിന്റെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങും അല്ലേ? ആ മൊബൈൽ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെ പറയാം? മൈ നമ്പർ ഈസ് manage46. നമ്പർ എത്രയാണെങ്കിലും എന്റെ നമ്പർ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഈ രീതിയിൽ. അപ്പൊ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് യുവർ മൊബൈൽ നമ്പർ? വാട്ട് ഈസ് യുവർ മൊബൈൽ നമ്പർ? അപ്പൊ ആ മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു, മൊബൈൽ നമ്പറൊക്കെ കിട്ടി. മൈ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് എന്ത് ചെയ്തു? നമ്പറൊക്കെ പറഞ്ഞു തന്നു.
നമ്പറൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പിരിയാണ്. എങ്ങനെ നമ്മൾ പിരിയുമ്പോൾ പറയാം, ഓക്കെ ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കും അല്ലേ എന്ന് നമ്മൾ പറയും. സി യു ലേറ്റർ, നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിരിയും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു നമ്മുടെ ഡെയിലി ലൈഫിൽ, ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ആവശ്യമായി വരുന്ന സംഭവങ്ങൾ അല്ലേ, നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട്, നിങ്ങൾ നാളെ നോക്കും, ഇതുപോലെ നമ്മുടെ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആവശ്യമായി വരുന്ന വളരെ ചെറിയ ഏതാനും സെന്റൻസുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടർന്നും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണണ്ടേ? അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഏതെങ്കിലും ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.